അങ്ങനെ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഫാമിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞാനത് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം, അപ്പോൾ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതെ, നമ്മുടെ ഫെൻസിങ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫെൻസിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡോറ് വരുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ചെയിൻ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കോണ്ട 120 GSM ആണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷെഡ് അടിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ 2 സൈഡിലോട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അത് നാളത്തേക്കായിരിക്കും പണി. അപ്പോൾ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ 4 പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പണി തീർക്കാമെന്നുള്ളൊരു മൈൻഡിലാണ്. അങ്ങനെ ആദ്യം തന്നെ തൂണൊക്കെ ഇട്ട് ഇനി ഷെഡിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേലത്തെ ബർലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും തന്നെ രാത്രിയായി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഷീറ്റ് ഇനി നാളത്തേക്കാണ് ഇടുന്നത്. രാവിലെ 7 മണിയാകുന്നേ ഉള്ളൂ കേട്ടോ. ചായ കുടിക്കുന്ന ടൈമേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. രാവിലെ തന്നെ വന്ന് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലത്തെ വർക്ക് കേട്ടോ. അപ്പോൾ ഇന്നിനിപ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഷീറ്റ് ഇടുമ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് 18 അടിയുടെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതെ, ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി അവിടെ ആ മരം നിൽക്കുന്നതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ ഇത്തവണ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് പ്ലാറ്റിയുടെയൊക്കെ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി പ്ലാറ്റിയുടെ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മളിവിടെ വലിയ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചെറിയൊരു പോർഷൻ ഉണ്ട്, അത് എന്ത് ചെയ്യണമെന്ന് ഇപ്പം തീരുമാനിച്ചിട്ടില്ല. ചെറിയ എന്തെങ്കിലും പരിപാടി നമുക്ക് അതിനകത്തും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു റിങ് ഓൾറെഡി നേരത്തെ ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ അത് അവർ നേരത്തെ വേസ്റ്റൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നതാണ്. അതിനി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.